ഇനി കാണാൻ പോകുന്ന കുടുംബശ്രീ ഷാദ് ലേറ്റസ്റ്റ് എപ്പിസോഡിലാണ് അങ്ങനെ കാർത്തിക വീണ്ടും തനിക്കുള്ളത് ആവശ്യത്തിന് ചോദിച്ച് തന്നെ മേടിച്ചിരിക്കുകയാണ് ശാലിനിയുടെ കയ്യിൽ നിന്ന്. അങ്ങനെ വീണ്ടും ശാലിനിയുടെ കയ്യിൽ നിന്ന് ചൂട് മാത്രമല്ല, ശാലിനിയുടെ ബുദ്ധിയുടെ കൂർമ്മയിൽ എത്രമാത്രം അടിതെറ്റി കാർത്തിക വീഴുന്നുള്ളതാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. പോരാത്തന്നെ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് കാർത്തിക് എന്ന ഇത്തിൽ കണ്ണിയെ പുറത്താക്കാൻ ശാലിനിക്ക് കൂട്ടിന് മറ്റാരുമല്ല കേട്ടോ, നമ്മുടെ സ്വന്തം വിഷ്ണു തന്നെയാണ് ഈ വെട്ടമുള്ളത്. അപ്പോൾ ഇതിന് ഡീറ്റെയിൽ റിവ്യൂ കാണും. അതിന് മുന്നേ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യുന്ന കമൻസും ഷെയർസ് ടൈസിനും ആരും മറക്കണ്ട കേട്ടോ. ഇതിന്ന് നമ്മുടെ എല്ലാവരും മനസ്സുകൊണ്ട് നമ്മളൊന്ന് കൈയടിക്കുന്ന എപ്പിസോഡാന്ന് തന്നെ പറഞ്ഞിട്ടേ തുടങ്ങാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇന്ന് എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന കാര്യം എന്ന് പറയുന്നത് കാർത്തിക നമ്മുടെ പപ്പിമോക്ക് നേരെ എന്താണ് വിറഞ്ഞ് തുള്ളിക്കൊണ്ടങ്ങ് നിൽക്കുക. അപ്പോഴത്തേക്ക് എന്താണ് കാർത്തിക പപ്പിമോട് ചെവി പിടിച്ചിരിക്കുമല്ലോ. അപ്പം പറയുന്നുണ്ട് പപ്പിമോൾ അമ്മയെ വിടാൻ പറ, അമ്മയെ വിടാൻ പറ എന്ന് പറയുമ്പം ക്ഷാമ ഒന്നും അനങ്ങത്തില്ല. അതുകൊണ്ട് ഈ കാർത്തിക കളയ്ക്ക് പറയാം, ഇപ്പം പറഞ്ഞ തന്നെ ഇടി നിന്നെ ഞാൻ ശരിയാക്കി തരാം, നിന്നെ ഞാൻ ഇന്നൊന്ന് പാഠം പഠിപ്പിച്ചോളാം എന്ന് പറഞ്ഞിട്ട് നേരെ എന്താണ് കാർത്തിക ഈ കൊച്ചിനെ പിടിക്കുമ്പോഴത്തേക്കും കുഞ്ഞെന്താണ് കാർത്തിക അങ്ങ് തള്ളി അങ്ങ് മാറ്റും. അപ്പോഴത്തേക്കും കാർത്തിക്ക് കുറച്ചും കൂടെ ദേഷ്യമായി. കുഞ്ഞ് കൊച്ചാണെന്ന് പോലും നോക്കാതെ അത്രയ്ക്ക് ദേഷ്യത്തിന് കുഞ്ഞിനെ അടിക്കാനായിട്ട് ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കും ശാലിനി കാർത്തികയുടെ കൈയോടങ്ങ് പിടിച്ചങ്ങ് എന്താണ് അങ്ങ് ഭയങ്കര ഒരു മൂർഖത്തെ അങ്ങ് പിടിച്ചു വയ്ക്കുക. അപ്പം കാർത്തികയാണെങ്കിൽ ഭയങ്കര നെട്ടല്ല, കാരണം കാർത്തികയുടെയും ശാലിനിയുടെയും കണ്ണും നേരോട് നോക്കുമ്പം ശാലിനിയുടെ മനസ്സിൽ ഓടുന്ന കാര്യം ഒറ്റൊരു കാര്യമാണ്. അനു ഫോണിൽ വിളിച്ച് പറഞ്ഞില്ലേ ഇവളുടെ കള്ളത്തരങ്ങൾ, ഇവൾ ജയശങ്കർ എന്ന വ്യക്തിയെ പറ്റിച്ചിട്ട് വന്നതാണ്, കല്യാണ മണ്ഡപത്തിൽ നിന്ന് ഓടി വന്നതെന്നുള്ള കാര്യങ്ങളും എടി കള്ളി എന്ന രീതിക്ക് അത് ആ പെരും കള്ളത്തരമൊക്കെ ഷാനിയുടെ മനസ്സിങ്ങനെ ഓടുമ്പം കണ്ണും നോക്കിക്കോ. എന്നിട്ട് എന്താണെന്നറിയോ, ലാസ്റ്റ് ഷാനി പറയുന്നുണ്ട് എൻ്റെ കുഞ്ഞിനെ തൊട്ട് പോകരുത്. അപ്പോഴത്തേക്കും ഈ കാർത്തിക്ക് പിന്നെ വീണ്ടും എന്താണ് അങ്ങ് ഹാലിളക്കിയിട്ട് അങ്ങ് കയ്യിനങ്ങ് വിട്ടിട്ട് എടി തൊട്ടാ നീ എന്ത് ചെയ്യുവടി എന്ന് ഷാനിക്ക് നേരെ ഷാനി ഇടി എന്ന് വിളിച്ച് ചോദിക്കത്തക്ക രീതി ധൈര്യം. ഇതൊക്കെ സത്യഭാമ വെച്ച് പുലർത്തിയതിൻ്റെ ധൈര്യമാണേ. എന്ത് ചെയ്യുവടി എന്ന് ഷാനിയോട് അത്ര ദേഷ്യത്തിനകത്ത് അധികാരത്തിനകത്ത് അങ്ങ് ചോദിച്ചിട്ട് ഈ കാത്തി പറയും ഇവളെ തല്ലുവല്ല വേണ്ട, ഇവളെ കൊല്ലുക വേണ്ടത്, നിനക്കറിയാം ഇവളെ എന്തോ എൻ്റെ മുറി വന്ന് കാണിച്ചു കൂട്ടി, എൻ്റെ മുറി വന്നിട്ട് ഇവളെ അങ്ങനെയൊക്കെ വന്നിട്ട് നേരെ കുഞ്ഞിനെന്താണെന്നറിയാം കുഞ്ഞിനിട്ടോ കാർത്തിക വലിച്ചോങ്ങി കുഞ്ഞിനിട്ട് ഒരെണ്ണം കൊടുക്കാൻ വരുമ്പോഴത്തേക്കും ശാലിനി ആ കൈ മുളയോടങ്ങ് നുള്ളി അങ്ങ് പിടിച്ചങ്ങ് എടുത്തിട്ട് ഇവളെ ഒന്ന് വട്ടം കറക്കി ഇവൾക്ക് എന്താണ് ശാലിനിയുടെ കൈയുടെ ചൂട് നല്ലപോലെ അറിയിച്ച് കൊടുക്കുന്ന ആ ഒരു ഫോഴ്സിൽ ഇവൾ ചെന്ന് വീഴുന്ന നമ്മുടെ കട്ടില്ല ശ്യാമയുടെ കാൽക്കീടി ചെന്ന് വീഴോ. എന്നിട്ട് ഇവൾ കവളും വീണ്ടും തടവിക്കൊണ്ട് ആ ചൂട് കൊണ്ട് കവള് തടവിക്കൊണ്ട് നിന്ന് ചിന്തിക്കുമോ, ഇവളെന്നെ വീണ്ടും അടിച്ചല്ലേ, ഇതിപ്പോൾ അടി എത്രാം തന്നെ. എന്നിട്ട് ഒന്നീ തീർന്നില്ല കേട്ടോ, അപ്പോഴത്തെ കരണത്തിൻ്റെ കാര്യം മറക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ശാലിനി കാത്തി അവിടെ കട്ടിൽ നിന്ന് പിടിച്ച് വലിച്ച് എണീപ്പിച്ചിട്ട് ഒന്ന് കറക്കി ചുറ്റിയിട്ട് ഇപ്പോഴത്തെ കവളിലും കൂടെ കൊടുക്കാനുള്ളത് നല്ല ഐശ്വര്യമായിട്ട് കാർത്തികയ്ക്ക് നേരെ തന്നെ ശാലിനി കൊടുത്തു തീർത്ത്. അതും കൂടെ ആയപ്പോഴത്തേക്കും കാർത്തിക് അങ്ങ് വിറഞ്ഞു തുള്ളി ദേഷ്യം, ഇടി നീ ആരാടി എന്നെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി, നിനക്ക് ഈ വീട്ടിൽ എന്താടി അധികാരം, പുറത്തുനിന്ന് വന്ന ആൾക്കാർക്ക് ഇത് എൻ്റെ വീടാണ്, എൻ്റെ വിഷ്ണുവേട്ടൻ്റെ വീടാണ്, ഞാൻ താലി കെട്ടാൻ പോകുന്ന എൻ്റെ വിഷ്ണുവേട്ടൻ്റെ വീട്ടിൽ നിനക്ക് എന്താടി അധികാരം എന്ന് പറഞ്ഞിട്ട് ശാലിനിക്ക് നേരെ കയറ് കീർത്തം കൊമ്പ് കോർക്കുവാണ്. ഇവളാണെങ്കിൽ ചില്ലറക്കാരിയൊന്നുമല്ല. സുസ്മിത പോലും ഷാനിയോട് നിന്ന് പാത്തും പതുങ്ങി ആക്രമണത്തിന് പോത്തേയുള്ളൂ. സുസ്മിത ഗൊറില്ല യുദ്ധമാണ് നടത്തിയെങ്കിൽ ഇവളങ്ങ് നേരിട്ടുള്ള എന്താണ് പാനിപ്പട്ടി യുദ്ധം പോലെ ഇരിക്കാത്ത എന്താണ് വാളും കൊണ്ടങ്ങ് നിൽക്കുവാ നാക്കിൻ്റെ മൂർച്ചയും കൊണ്ട്. എൻ്റെ അധികാരമൊക്കെ അങ്ങ് ശാരദാമ്മയുടെ വീട്ടിൽ മതി, ഇവിടെ വേണ്ട, ഇത് എൻ്റെ വീടാണ്, ഞാനാണ് ഇവിടുത്തെ എന്താണ് കാര്യങ്ങൾ തീരുമാനിക്കും, നീ നോക്കിക്കോടി. നീ അറിയാത്തൊരു കാര്യം ഞാൻ പറയട്ടെ ശാലിനി, എൻ്റെ വിഷ്ണുവേട്ടൻ തമ്മിലുള്ള വിവാഹം ഉറപ്പിക്കാനുള്ള മുഹൂർത്തം കുറിക്കാൻ പോകും സത്യാമ്മ എന്ന്, അതോടെ എനിക്ക് ഈ വീട്ടിൽ സർവ്വ അവകാശം കൂടെ കിട്ടും, അതിന് നീ മാത്രം തീരുമാനിച്ചാൽ പോരല്ലോ കാർത്തിക് എന്ന് ശാലിനി തിരിച്ചു വയ്ക്കുക. പിന്നെ ആര് തീരുമാനിക്കണം, ഞാനും സത്യാമ്മയും മാത്രം തീരുമാനിച്ചാൽ മതി ഈ കല്യാണത്തിൻ്റെ കാര്യം, വിഷ്ണുവേട്ടൻ്റെ പോലും തീരുമാനത്തിന് ഒരു ആവശ്യമില്ല. അത്രയ്ക്ക് അങ്ങ് വിളഞ്ഞു നിൽക്കുകയാണ്. കാരണം ഈ വീട്ടിൻ്റെ സാഹചര്യങ്ങളും സത്യഭാമ മകനോട് പോലും കാണിക്കുന്നതിനകത്ത് മകന് സ്വന്തം അഭിപ്രായത്തിന് പോലും സ്വാതന്ത്ര്യമില്ല എന്നത് പുറത്തുനിന്ന് വന്ന് ഇവക്ക് പോലും മനസ്സിലായിട്ട് അതങ്ങ് മുതലെടുക്കുവാണ് നല്ല പോലെ. എന്നിട്ട് പറയുന്നുണ്ട് വിഷ്ണുവേട്ടൻ്റെ പോലും തീരുമാനത്തിൻ്റെ ആവശ്യമില്ല, ഞാൻ സത്യാമ്മയും തീരുമാനിക്കുന്ന പോലെ തന്നെ കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ ഞാൻ ഈ വീട്ടിൻ്റെ മരുമകളാണ്, എന്നിട്ട് നീ കണ്ടോടി, നിൻ്റെ കണ്ണിന് മുന്നിൽ കാണത്തക്ക രീതി ഈ കിടക്കുന്ന 3 എണ്ണത്തിനെയും വലിച്ച് ഞാൻ പുറത്ത് കളയുന്ന നീ കണ്ടോടി. അതായത് ഉദ്ദേശം മറ്റാരെയല്ല, നമ്മുടെ പപ്പിമോളെയും ഷാമിയെയും രോഹിത്തിനെയൊക്കെ തന്നെ വലിച്ച് പുറത്തെറിയുമെന്നാണ് ഇവൾ പറയുന്നത്. അതായത് അടുത്ത സത്യഭാമ ഈ വീട്ടിൻ്റെ അധികാരിയൊക്കെ ഞാൻ തന്നെ എന്ന സർവത്ര അധികാരം കൈ കിട്ടുന്നതിന് വേണ്ടി കാർത്തിക് അങ്ങ് ഏറ്റെടുത്തങ്ങ് ഞെളിയുവാണ്. ഇതൊക്കെ കേട്ട് ശാലിനി തന്നെ ഒരുവിധം ഞെട്ടി നിൽക്കുക. കാരണം ഇവിടെ ആ ഒരു ഓവർ കോൺഫിഡൻസ് എത്ര മാത്രം എന്നുള്ള കാര്യം, ഇത്രയൊക്കെ കള്ളം കാണിച്ചിട്ടും നിൽക്കുന്ന ഒരു ജില്ലാ കളക്ടറും ജില്ലാ മജിസ്ട്രേറ്റിൻ്റെ മുന്നിൽ, എന്നിട്ടും ഈ അടവിനും തിരുവാതിരയ്ക്കും ഒരു കുറവും ഇല്ലല്ലോ. അതൊക്കെ ശാലിനിയുടെ മനസ്സിലിങ്ങനെ ദേഷ്യത്തിലങ്ങ് പൊങ്ങി വരുമ്പോഴത്തേക്കും ശ്യാമ ഇത് കേട്ട് ഞെട്ടിപ്പോവാണ്. കാരണം കാർത്തിക ഇത്ര വലിയ വിഷമാണ്, പ്രതീക്ഷിച്ചതിനൊക്കെ കാലം അപ്പുറത്തോട്ടേക്കാണല്ലോ ഈ കാർത്തികയുടെ മനസ്സെന്ന് പറഞ്ഞിട്ട് രീതിക്കകത്ത് എന്താണ് ഭയങ്കരമായിട്ട് നമ്മുടെ ശ്യാമയ്ക്ക് അങ്ങ് കിടന്നിട്ടും ശ്യാമ ചിന്തിച്ച് അങ്ങ് സങ്കടപ്പെടുന്നതാണ് കാണിക്കുന്നത്.
അല്ലേ അടുത്ത മുഹൂർത്തം എന്ന് ഞാൻ പറഞ്ഞില്ലേ, ആ അടുത്ത മുഹൂർത്തം ഇനി നാളെ തന്നെയാണെങ്കിൽ ആ നാളെ തന്നെ ഉള്ള മുഹൂർത്തത്തിൽ തന്നെ ഞാൻ വിഷ്ണു ഏട്ടൻ്റെ പെണ്ണായി മാറിക്കും. നീ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു കുഞ്ഞുണ്ടായിട്ട് നീ മനസ്സിൽ കൊണ്ട് നടക്കുന്ന അതേ വിഷ്ണു ഏട്ടൻ, ആ വിഷ്ണു ഏട്ടൻ്റെ നിൻ്റെ കയ്യിൽ നിന്ന് മാറ്റിയെടുത്ത് എൻ്റെ സ്വന്തമാക്കി ഞാൻ മാറ്റിയിരിക്കുന്നത്. ഇത് പറയുന്ന കാർത്തിക എന്ന് പറഞ്ഞിട്ട് നേരെ കയ്യും ചൂണ്ട് ശാലിക്ക് നേരെ എന്ന് സംസാരിക്കുമ്പോഴത്തേക്കും നാളെ തന്നെ കല്യാണം എന്നൊക്കെ ഇട്ട് ശാലിനിയും അതുപോലെ ശ്യാമയൊക്കെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. അതിന് വിഷ്ണു ഏട്ടൻ്റെ പോലും സമ്മതത്തിൻ്റെ ഒരു ആവശ്യമില്ല. പിന്നെ ഈ വീട്ടിൽ ഞാൻ തീരുമാനിക്കും, ഈ വീടിൻ്റെ സർവ്വാധികാരം പിന്നെ എൻ്റെ കയ്യിലാക്കും. ഞാൻ തീരുമാനിക്കും ഈ വീട്ടിൽ ആരൊക്കെ വാഴണം ആരൊക്കെ വീഴണം എന്നുള്ള കാര്യമൊക്കെ ഞാനിനി തീരുമാനിക്കും എന്ന് പറഞ്ഞ് നീ മനസ്സിൽ കുറിച്ചിട്ടോ ശാലിനി. എന്നിട്ട് ആ മുറിയിൽ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോന്നാണ് കാണിക്കുന്നത്. ഇതൊക്കെ കേട്ട് നമ്മുടെ പപ്പിമോള് പേടിച്ചിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ശാലിനി പപ്പിമോളോട് പറയും, മോള് പേടിക്കേണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് പപ്പിമോള് വെച്ചിരുന്ന് ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യുവാണ്. എന്നിട്ട് കാർത്തികയ്ക്ക് ഉടൻ തന്നെ പണി കൊടുത്തേ പറ്റത്തുള്ളൂ. ശാലിനി നല്ല ഡിറ്റർമൈൻഡായിട്ട് തന്നെ ചിന്തിക്കുന്നതാണ് കാണിക്കുന്നത്. കാർത്തിക റൂമിൽ നിന്ന് പോയി ഉറപ്പായതും ശ്യാം അങ്ങ് കട്ടിൽ എണീറ്റ് എന്നിട്ട് കുഞ്ഞേച്ചി കുഞ്ഞേച്ചി അതായത് ഇതൊക്കെ എന്താ സംഭവിക്കാൻ പോകുന്നുള്ള രീതി ചോദിക്കുമ്പോഴത്തേക്കും ശാലിനി പറയുന്നുണ്ട്, എന്താണ് നേരെ പപ്പിമോളൊക്കെ പറയുന്നുണ്ട്, ഇവിടെ ചേച്ചിയമ്മയില്ലേ ഒരു കാര്യം സംഭവിക്കില്ല. പപ്പിമോക്ക് ആദ്യം ധൈര്യം കൊടുത്തിട്ട് പറയുന്നുണ്ട്, ശ്യാമേ ആ ഒരു മുഹൂർത്തം കുറിക്കപ്പെടത്തില്ല, കുറിക്കപ്പെടാൻ പാടില്ലാത്ത മുഹൂർത്തമോ എന്ന് ശാലിനി ഇവിടെ പറഞ്ഞു തീർക്കുന്നതും പിന്നെ താഴെ എന്താണ് ഈ ജോൽസ് നോക്കാൻ വന്നിരിക്കുന്ന ആ ഒരു തിരുമേനി വന്നെന്ന് ഈ മുഹൂർത്തം കുറിക്കാനുള്ള കാര്യങ്ങൾ നോക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് വിഷ്ണു ശാലിനി ഒഴികെ ബാക്കി എല്ലാവരും ഉണ്ട്, രോഹിത്തും പപ്പിമോളും അതുപോലെ സത്യഭാമയും ഈ നിൽക്കുന്ന കല്യാണം കഴിക്കാനായിട്ട് പോകുന്നു പറയുന്ന ഈ കാർത്തിക് എന്ന പുതുമണവാട്ടിയും നമ്മുടെ രാഘവേട്ടനും കൂടെ പ്രധാനമായിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പം ആർക്കും ഈ ഒരു പരിപാടിക്കകത്ത് ഒരു സംതൃപ്തി ഇല്ലാതെ ഇരിക്കുന്നതാണ്. പക്ഷേ സത്യഭാമ മൊത്തം ഞെളിഞ്ഞെന്ന് ഇങ്ങനെ എന്താണ് ഭയങ്കര സന്തോഷത്തിൽ ഇരിക്കുവാണ്. അതുപോലെ തന്നെ കാർത്തിക പൂത്തൊലഞ്ഞ് നിൽക്കുകയാണ്. കാരണം ആദ്യത്തെ കല്യാണം നടക്കാൻ പോകുന്നതിൻ്റെ സന്തോഷത്തിൻ്റെ ത്രില്ലൊക്കെ കാർത്തികയുടെ മുഖത്ത് നല്ല പോലെ കാണുന്നുണ്ട്. അപ്പം അമ്മ പറയുന്നുണ്ട്, കുട്ടികൾ നേരത്തെ തന്നെ മനസ്സുകൊണ്ട് അടുത്തതാണ്, ഇനി നാൾപ്പൊരുത്തവും കാര്യങ്ങളൊക്കെ മാത്രം തിരുമേനി നോക്കി പറയണം, എന്നിട്ട് നല്ലൊരു മുഹൂർത്തവും കൂടെ കുറിക്കണം. അപ്പം തിരുമേനി പറയുന്നുണ്ട്, ഇന്നത്തെ കുട്ടികൾ ഇതൊന്നും വലിയ കാര്യമാക്കാറില്ല എന്ന് രാഘവേട്ടൻ്റെ മുഖം നോക്കി പറയുമ്പോൾ രാഘവേട്ടൻ അങ്ങനെയൊക്കെ തന്നെ എന്ന രീതിക്കത്തൊന്നും ആക്കി സംസാരിക്കുമ്പോഴത്തേക്കും പിന്നെ അങ്ങനെ ചെയ്തതിൻ്റെ ഫലം അവരനുഭവിക്കാറുണ്ട്. ഒരാഴ്ച തികയ്ക്കുന്നതിന് മുന്നേ അവരെല്ലാം കോടതി വരാതെ നിൽക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ രാഘവേട്ടൻ തിരിച്ചൊരു കാര്യം പറയുന്നുണ്ട്, ഇതൊക്കെ നോക്കി കെട്ടിയ ആൾക്കാരും കോടതി വരാതെ തന്നെ നിൽക്കുന്നതും കാണാമെന്ന് പറയുമ്പോഴത്തേക്കും സത്യഭാമയ്ക്ക് എന്താണെന്നറിയോ ഒരു പുച്ഛഭാവം. കാരണം ഇങ്ങനെ എല്ലാത്തിൻ്റെ ഇടയ്ക്ക് അതേ കൊനസ്റ്റ് പറയാൻ വേണ്ടി നടക്കുവാണല്ലോ എന്നുള്ള രീതിയിൽ സത്യഭാമ എന്താണ് അങ്ങനെ രാഘവേട്ടൻ നോക്കുന്നത്. അപ്പോൾ രാഘവേട്ടൻ ആ പറഞ്ഞ അത്രയ്ക്ക് എന്താണ് തിരുമേനിക്ക് സൂഹിക്കാത്തതുകൊണ്ട് തിരുമേനി പറയുന്നുണ്ട്, അത് എന്താണ് ജാതകപൊരുത്തത്തിൻ്റെ മാത്രം കാര്യമല്ല രാഘവ സാറേ, അത് മിക്കവാറും അവരുടെ ഗ്രഹനിലയുടെ സമയത്തിൻ്റെ പ്രശ്നമായിരിക്കാം. അങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ടും ആകാം. പിന്നെ ഇതിനൊക്കെ കല്യാണത്തിനും ആ ഒരു ജീവിതത്തിനൊക്കെ ഒരു പ്രത്യേക രീതിയിലൊരു ഭാഗ്യം കൂടെ വേണമല്ലോ ഇനി പറയുന്നുണ്ട്. പുറത്തുനിന്ന് വരുന്ന ആൾ ശരിയല്ല എന്നുണ്ടെങ്കിൽ പിന്നെ വീട്ടിൻ്റെ അകത്തുള്ളവർ പുറത്തേക്ക് ഇറങ്ങേണ്ട അവസ്ഥ വരും. അതൊക്കെയാണ് ഇന്നത്തെ കാര്യത്തിൻ്റെ രീതി എന്ന് പറയുമ്പോഴത്തേക്കും ഇത് അത്രയ്ക്ക് കാർത്തിക് എന്താണെന്ന് പറയുക ചങ്കത്ത് കൊണ്ടതുപോലായി. കാരണം അവളുടെ ഉദ്ദേശം എന്താണ്, ഇവളകത്തേക്ക് വന്ന് കയറിയ ഉടൻ തന്നെ രോഹിത് ഉൾപ്പെടെ എല്ലാവരെയും പുറത്താക്കുക എന്നൊരു ചിന്തയല്ലേ. ഇത് ഇവക്കിട്ട് പറയാതെ പറഞ്ഞതാണല്ലോ ദൈവമേ എന്ന രീതിയിൽ കാർത്തിക് നോക്കിക്കൊണ്ടെന്നൊന്ന് ചമ്മന്നെയാണ് കാണിക്കുന്നത്. ഇങ്ങനെ വാതോരാത്ത ജ്യോത്സ്യശാസ്ത്രത്തിനെക്കുറിച്ചുള്ള ഭയങ്കര ഗഹനമായ ക്ലാസ് എടുപ്പും കാര്യമൊക്കെ ആകുമ്പോഴത്തേക്കും അതിനോട് രാഘവേട്ടൻ ചൊറിച്ചിലും വർത്താനായിട്ട് സത്യഭാമ പറയുന്നുണ്ട്, തിരുമേനി ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തി എൻ്റെ മകൻ്റെ ജാതകപ്പൊരുത്തം നോക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ ജ്യോത്സ്യശാസ്ത്രത്തിനെക്കുറിച്ചുള്ള ക്ലാസ് എടുപ്പിക്കാൻ വേണ്ടിയിട്ടല്ല എന്ന് പറയുമ്പോഴത്തേക്ക് അതൊന്ന് നോക്കിക്കളയല്ലോ, 10ൽ 7 പൊരുത്തമെങ്കിലും ശരിയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പരിഹാരവും അതുപോലെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കൊണ്ട് നേടിയെടുക്കാവുന്നതേ ഉള്ളൂ, അതൊന്നും പ്രശ്നമില്ല എന്ന് പറയുമ്പോഴത്തേക്കും രാഘവൻ പറയും, അങ്ങനെ ഉണ്ടല്ലേ, ഇനിയിപ്പം നടത്താതിരിക്കാൻ പറ്റത്തില്ലോ, വിവാഹവും കെട്ടൊക്കെ നേരത്തെ തന്നെ കഴിഞ്ഞ സ്ഥിതിക്കത് ഇനി കൂട്ടിച്ചേർത്ത് വെക്കാതിരിക്കാൻ പറ്റത്തില്ലോ എന്ന് പറയുമ്പോൾ രാഘവൻ പറയുന്നത് അങ്ങനെ ആകാല്ലേ എന്നൊരു കളിയാക്കി പറയുമ്പോഴത്തേക്കും നേരെ ഇങ്ങനെ പറയുന്നുണ്ട്, ജ്യോതിഷശാസ്ത്രം സത്യമാണ് രാഘവൻ സാറേ, പിന്നെ അതിനെ വളച്ചൊടിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരൊക്കെ അതുമായിട്ട് ഒരു സംബന്ധവും ഇല്ലാത്ത ആൾക്കാരാ എന്നൊക്കെ പറഞ്ഞെന്താണ് അവിടെ അയാൾ അങ്ങ് ഒഴിയുന്നതാണ് കാണിക്കുന്നത്. രാഘവട്ടൻ എന്താണ് നിൻ്റെയൊക്കെ ഇന്നത്തേക്കുള്ള എല്ലാ ഭാഗ്യം എന്താണ് തിരുമേനി ഇവിടുന്ന് ഒപ്പിച്ചിട്ടേ പോകത്തുള്ളൂ എന്നുള്ള കാര്യം ഒന്ന് മനസ്സിൽ ഒന്ന് ഉറപ്പിക്കുവാണ് രാഘവട്ടൻ. ചോദിക്കുന്നുണ്ട്, എന്നിട്ട് നമ്മുടെ വരനെ കണ്ടില്ല. അപ്പോൾ സത്യഭാമ എന്താണ് വിഷ്ണു എന്ന് വിളിക്കുമ്പോഴത്തേക്കും വിഷ്ണു എന്താണ് താഴേക്ക് ഇറങ്ങി വരാൻ വേണ്ടി ആ സ്റ്റെപ്പിൻ്റെ അവിടെ നിൽക്കുമ്പോഴത്തേക്കും ആ വിഷ്ണുവിൻ്റെ ഒരു ഗാംഭീര്യത കണ്ടിട്ട് നമ്മുടെ മധുശ്രീ ആദ്യമായിട്ട് വിഷ്ണുവിനെ കണ്ടപ്പോൾ ആ ഒരു ഗാംഭീര്യത കണ്ട് ഇവൻ എന്തൊരു താരവാ എന്ന് വിചാരിച്ചില്ലേ, അതേപോലെ തന്നെ ഈ പറയുന്ന കാർത്തിക് ഇത്രയും നാൾ വിഷ്ണുവിനെ ആ ഒരു കണ്ണി നോക്കാത്ത വിഷ്ണുവിനെ ഇന്ന് അതേ കണ്ണിൽ അതായത് ഇഷ്ടപ്പെട്ട ഒരു പുരുഷനെ നോക്കുന്ന അതേ ലക്ഷണത്തിനെ അങ്ങ് നോക്കി അങ്ങ് മോഹിക്കുവാൻ തന്നെ ഉള്ളത് സത്യം. അപ്പോൾ ഈ വിഷ്ണു താഴെ ഭയങ്കരമായിട്ട് ഇറങ്ങി നല്ല ഗാംഭീര്യതയ്ക്ക്
മുറിക്കകത്ത് ഇറങ്ങി നടന്നു വരുമ്പോഴത്തേക്കും കാർത്തിക കണ്ണെടുക്കാതെ വായി നോക്കി ഒന്ന് പൂത്തൊലഞ്ഞ് സന്തോഷമായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അങ്ങനെ വിഷ്ണു വന്ന് എന്താണ് അവിടെ സെറ്റ് ചെയ്യുന്നപ്പോഴത്തേക്കും കാർത്തിക അത്രയ്ക്ക് ആശ്വാസം. അപ്പോഴത്തേക്ക് രാഘവേട്ടൻ അത് സൂക്ഷിച്ചില്ല, ഇവൻ എന്തിനാ ഇറങ്ങി വരാൻ കണ്ടേന്നുള്ള മട്ടി രാഘവേട്ടൻ അവിടെ ഇരിക്കുമോ. അപ്പോഴത്തേക്ക് ഇതാണ് എൻ്റെ മകൻ വിഷ്ണു, ബാക്കി നിൽക്കുന്ന ആ കാണിച്ചു കൊടുത്തിട്ട് ഈ കാർത്തിക്, ഇതാണ് ഇവൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി കാർത്തിക എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ രണ്ടുപേരും രണ്ട് ധ്രുവത്തിൽ ഇരുന്നാൽ എങ്ങനെയാണ് എന്ന് ഈ പൂജാരി പറയുകയാണ്. രണ്ടുപേരും അടുത്ത് നിന്നാലല്ലേ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ മനപ്പൊരുത്തമുണ്ടോ എന്നുള്ള കാര്യമൊക്കെ നോക്കാൻ പറ്റും. എല്ലാ പൊരുത്തത്തിനേക്കാളും ഏറ്റവും ഉത്തമമായ പൊരുത്തം എന്ന് പറയുന്ന മനപ്പൊരുത്തം തന്നെ, അത് ആദ്യം ഉണ്ടാവണം. അതില്ലാഞ്ഞിട്ട് പിന്നെ എന്ത് പൊരുത്തം ഉണ്ടെങ്കിലും ഒരു കാര്യമില്ല. നിങ്ങൾ രണ്ടുപേരും ഒന്ന് ചേർന്നിരുന്നേ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് മോളെ അങ്ങ് ചെന്ന് ഇരിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് കേൾക്കേണ്ട താമസം. ആദ്യം ഒന്ന് മടിച്ചാണെങ്കിൽ നേരെ വിഷ്ണുവിൻ്റെ അടുത്തേക്ക് പോയി തന്നെ ഇരിക്കുവാണ് ഈ കാർത്തിക. എന്നിട്ട് അങ്ങേരും നോക്കിയിട്ട് ഇനി അടുത്ത മോഹലക്ഷണ ശാസ്ത്രമാണ് പറയുന്നത്. എന്നിട്ട് പറയുന്നത് സാക്ഷാൽ വിഷ്ണുവിനെയും അതുപോലെ തന്നെ ലക്ഷ്മിയെയും പോലെ തന്നെ ഉണ്ട് രണ്ട് പേരെയും കാണാമെന്ന് പറയുമ്പോഴത്തേക്കും വിഷ്ണുവിനങ്ങ് ചൊറിഞ്ഞു വരുമോ. അത് കേട്ടിട്ട് അതുപോലെ അതിനേക്കാളും ഏറ്റവും കൂടുതൽ ചൊറിയുന്ന വ്യക്തി ആരാന്ന് അറിയാലോ, നമ്മുടെ രാഘവേട്ടൻ തന്നെ. ഇത് പറഞ്ഞു തീർന്നില്ല, അപ്പോഴത്തേക്കും നമ്മുടെ ശാലിനിയുടെ എൻട്രിയാണ് കേട്ടോ ഫ്രണ്ട് ഡോറിൽ നിന്ന്. അപ്പോഴത്തേക്കും ഇങ്ങനെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കുകയാണ്. അതുകൊണ്ട് സത്യഭാമയ്ക്ക് ഭയങ്കര കലി. അപ്പോൾ സത്യഭാമ എന്താണ് നോക്കി നിന്ന് കലിക്കാതെ നിൽക്കുമ്പം ഈ ജോത്സ്യൻ തിരുമേനി പറയുന്നത് ലക്ഷണശാസ്ത്രമാണ് അടുത്തത്. ലക്ഷണശാസ്ത്രം പറയുന്നത് ഈ കാര്യം ഇവിടെ സംസാരിക്കാൻ നിൽക്കുമ്പോൾ മൂന്നാമത് പുറത്തുനിന്നൊരു നാരിയുടെ ഒരു അകത്തേക്കുള്ള പ്രവേശനം അത് ശുഭലക്ഷണമാണ്. സത്യഭാമ ഉദ്ദേശിച്ച എല്ലാം തന്നെ മനോഹരമായ രീതി നടക്കുമെന്നും കൂടെ പറയുമ്പോഴത്തേക്കും ശാലിനി, മൂന്നാമത് കയറി വന്ന ശാലിനി മറ്റൊരു നാരിയായി മാറിക്കഴിഞ്ഞു. അപ്പം ആ നാരി വന്നത് കൊണ്ട് ഈ കല്യാണം ശുഭമായി നടക്കും എന്ന രീതിയും കൂടെ ആകുമ്പോഴത്തേക്കും നീ തന്നെ വന്ന് എൻ്റെ മകൻ്റെ കല്യാണത്തിന് നിമിത്തമായി മാറിയല്ലോ. അപ്പം നിമിത്തശാസ്ത്രമോ അങ്ങനെ എന്താണ് പറഞ്ഞിട്ട് ഈ കാര്യം പറയുന്നത്. എന്നാലും മനസ്സിൽ ചിന്തിക്കുക, ഇന്നത്തേക്ക് ആവശ്യത്തിനുള്ളതെല്ലാം തന്നെ സത്യഭാമയുടെ മുന്നിൽ തട്ടിയിട്ട് തിരുമേനി ഒപ്പിച്ചുകൊണ്ടിരിക്കുവാണ്, നല്ല ഗോളാണ് എന്ന് മനസ്സിനകത്ത് രാഘവൻ നായർ ഒരട്ടം ചിന്തിക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇനി എന്താണ് ജാതകങ്ങൾ നോക്കാനാണ് പോകുന്നത്. അപ്പം വിഷ്ണുവിൻ്റെ ജാതകം നോക്കി ഇനി പെണ്ണിൻ്റെ ജാതകം ചോദിക്കും. പെണ്ണിൻ്റെ എന്താണ് ഗ്രഹനിലയും കാര്യങ്ങളും നക്ഷത്രം നോക്കിയിട്ട് കാർത്തിക നക്ഷത്രം, വിഷ്ണുവിൻ്റെ നക്ഷത്രത്തിൻ്റെ കാര്യത്തിനൊക്കെ നോക്കിയിട്ട് കാർത്തിക ജനിച്ച സമയവും തീയതിയൊക്കെ എന്നാ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും കാർത്തിക മനസ്സിൽ നിൽക്കുക, ഞാൻ എങ്ങനെ സമയവും ഡേറ്റും കാര്യങ്ങളൊക്കെ പറയാൻ പറ്റും, ആശ്രമത്തിൽ വളർന്ന വ്യക്തിയാണെന്നല്ലേ പറഞ്ഞു. ആശ്രമത്തിനകത്ത് കൊണ്ടുവിടുന്ന ആൾക്കാർക്ക് എങ്ങനെയാണ് ജനന സമയം അറിയാൻ പറ്റുന്നത്, അതൊന്നും അറിയാൻ പറ്റില്ല. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതോടെ എൻ്റെ കള്ളത്തരമൊക്കെ ഇവിടെ പൊളിയും, പറയാതിരിക്കുന്നത് നല്ലത്. എനിക്ക് അറിയത്തില്ല എന്ന് പറയുന്ന മടിച്ച് നിൽക്കുമ്പോഴത്തേക്കും അപ്പോഴാണ് സത്യഭാമയ്ക്ക് ഓർമ്മ വന്നത്, അയ്യോ പാവം, എന്താണ് പുറത്തുനിന്ന് വന്ന് കയറിയതല്ലേ, അങ്ങനത്തെ ഒരു കുട്ടിക്ക് എങ്ങനെയാണ് ഇതൊക്കെ കാണാൻ വരുന്നത്, എൻ്റെ കയ്യിൽ തെറ്റാണ് തിരുമേനി, ഞാനാണ് പറയാൻ വിട്ടുപോയത്. കാർത്തിക് എന്താണ് അങ്ങനെ ആരോരും ഇല്ലാത്ത രീതിയിൽ വളർന്ന കുട്ടിയെന്നുള്ള കാര്യം ഞാൻ പറയാൻ മറന്നുപോയത്, എൻ്റെ കയ്യിൽ തെറ്റാണ് തിരുമേനി എന്ന് പറയുമ്പോഴത്തേക്കും തിരുമേനി പറയുന്നുണ്ട്, അയ്യോ അങ്ങനെ ആണെങ്കിൽ പിന്നെ ജനിച്ച സമയമോ തീയതിയോ ഒന്നും ഇല്ലാതെ എങ്ങനെയാണ് കാര്യങ്ങൾ നോക്കാൻ പറ്റില്ല, ഇനി എങ്ങനെ നോക്കാൻ പറ്റും എന്ന് പറയുമ്പോഴത്തേക്കും ലാസ്റ്റ് സത്യഭാമ ഒരു തീരുമാനം എടുക്കുക, അതിനിപ്പോൾ സാരമില്ല, ഇത് നോക്കിയില്ലെങ്കിൽ കുഴപ്പമില്ല, തിരുമേനി എന്താണ് വിവാഹത്തിനുള്ള ഒരു മുഹൂർത്തം മാത്രം കുറിച്ചാൽ മതി. അപ്പോഴത്തേക്ക് രാഘവൻ നായർ പറയുന്നുണ്ട്, അതെങ്ങനെ ഭാമി നിൻ്റെ സ്വന്തം മകൻ്റെ ജീവിതം വെച്ചാന്നോ കളിക്കുന്നത്, ഈ ശാസ്ത്രമൊക്കെ നോക്കി മുഹൂർത്തവും കാര്യമൊക്കെ നോക്കി കെട്ടിയില്ലെങ്കിൽ നിൻ്റെ മോന് വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ കുഴപ്പമില്ലേ, നീ അതൊന്നും നോക്കാൻ നീ അങ്ങ് വിട്ട് കളയുന്നോ. അത് സാരമില്ല രാഘവേട്ട, ഇനി എന്തൊക്കെ തന്നെ ദോഷങ്ങൾ ഇനി ഉണ്ടെങ്കിലും ആ ദോഷങ്ങളെ ആരോരും ഇല്ലാത്തൊരു പെൺകുട്ടിക്ക് എൻ്റെ മകൻ ജീവിതം കൊടുക്കുന്നതോടെ ആ സർവ്വദോഷം ആ ചെയ്യുന്ന നന്മ കൊണ്ടങ്ങ് മാറിക്കിട്ടും എന്നും കൂടെ പറയുമ്പോഴത്തേക്കും ഈ രാഘവൻ നായർക്ക് അതൊന്നും ഒട്ടും സൂഹിക്കുന്നില്ല. തിരുമേനിയടുത്ത് പറയുന്നുണ്ട്, തിരുമേനി വിവാഹത്തിനുള്ള മുഹൂർത്തം മാത്രം കുറിച്ചാൽ മതി. അപ്പം ശാലിനി ചുമ്മാതല്ല എൻട്രിക്കകത്ത് ശാലിനി ചോദിക്കുന്നൊരു കാര്യം, തിരുമേനി ഈ ജ്യോതിശാസ്ത്രത്തിനകത്തെ എങ്ങനെയെങ്കിലും നോക്കിയിട്ട് ആരെങ്കിലും വല്ല കള്ളത്തരം കാര്യമൊക്കെ കണ്ടുപിടിക്കാൻ വല്ല മാർഗമുണ്ടോ? മഷിയിട്ട് വേണമെങ്കിൽ കളവ് മുതൽ എവിടാന്നൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും എന്ന് നമ്മുടെ ശാലിനി ഒരു കൊട്ടു കൊടുക്കുക. എന്നാൽ പിന്നെ തിരുമേനി അങ്ങനെ തന്നെ കാർത്തികയുടെ ഊരും പേരും നാടും അച്ഛനാരാ അമ്മയാരാ അവരുടെ പേരെന്താ ജില്ലയുടെ പേരെന്താ ഇതെല്ലാം കൂടെ അങ്ങനെ കണ്ടുപിടിച്ചാൽ പോരെ എന്ന് പറയാൻ തിരുമേനിക്ക് ബബ്ബ പിന്നൊന്നും പറയാനില്ല. അപ്പോൾ രാഘവൻ നായർക്ക് എന്താണ് എന്തായാലും എൻ്റെ മരുമോള് കൊടുത്തുള്ള സന്തോഷിക്കുമ്പോൾ ഈ സത്യഭാമ പറയുന്നുണ്ട്, നിന്നെ ഇങ്ങോട്ടേക്ക് ആ അഭിപ്രായം പറയാൻ വേണ്ടി ക്ഷണിച്ചില്ല ശാലിനി, ഇവിടെ നടക്കുന്ന എൻ്റെ മകൻ്റെ കല്യാണത്തിനുള്ള തീയതി കുറിക്കുന്ന ചടങ്ങാണ്, അല്ല നിന്നോട് അഭിപ്രായം പറയാൻ വേണ്ടി നിൻ്റെ സ്മാർട്ട്നെസ് കാണിക്കാനൊന്നും ആരും നിന്നെ ഇങ്ങോട്ട് വിളിച്ചില്ല എന്ന് പറയുമ്പോഴത്തേക്കും ഈ പൊടി എന്ന് ശാലിനി നോക്കി സത്യഭാമ പറയുമ്പോഴത്തേക്കും ശാലിനി തിരിച്ച് പറയുന്നുണ്ട്, ഞാൻ ഇവിടെ നിന്ന് പോകണോ വേണ്ടെന്നുള്ള കാര്യം വിഷ്ണുവേട്ടൻ്റെ അടുത്ത് പറയാൻ പറ എന്ന് പറയുന്ന വിഷ്ണുവിനടുത്ത് സത്യഭാമ പറയണം, എടാ വിഷ്ണു പറയടാ ഇവിടുന്ന് ഇറങ്ങിപ്പോകാൻ പറയടാ എന്ന് പറയുന്ന വിഷ്ണു എണീറ്റ് എന്നിട്ട് ഒറ്റൊരു കാര്യം പറയുന്നത്, അമ്മേ എന്തിനാ അമ്മ എന്നെ ഈ നാണം കെടുത്താൻ വേണ്ടി ഓരോ ചടങ്ങുകൾ, ഞാൻ അമ്മയുടെ ആദ്യം പറഞ്ഞ ഇങ്ങനത്തെ ചടങ്ങുകളോ കാര്യങ്ങളോ ഒന്നും വേണ്ടത്, എന്നെ എന്തിനാ അമ്മ ഇങ്ങനെ വേഷം കെട്ടിച്ച് എന്നെ ഇങ്ങനെ എന്താണ് മറ്റുള്ളവരുടെ മുന്നിൽ നാണം കെടുത്തി പരിഹസിക്കാൻ വേണ്ടി നിൽക്കുന്നത് എന്ന് മാത്രമേ വിഷ്ണു
പറയുന്നു. വിഷ്ണു ഉണ്ടോ ശാലിനി ഇറങ്ങി പോകാൻ വേണ്ടി പറയുന്നത്. അപ്പോഴത്തേക്ക് ശാലിനി അവിടെ ജയിച്ച് നിൽക്കുകയാണ് സത്യാമ്മ മുന്നിൽ. അപ്പം സത്യാമ്മയുടെ എന്താണ് ഈ ജോത്സ്യൻ ചോദിക്കുക, ഇനി ഞാൻ എന്താ സത്യാമ്മ ചെയ്യേണ്ടത്, ഞാൻ വന്നതിന് വല്ല അർത്ഥമുണ്ടോ എന്ന രീതി ചോദിക്കുമ്പം ജോത്സ്യനോട് സത്യാമ്മ പറയുന്നുണ്ട്, ജോത്സ്യൻ ഒരു കാര്യം ചെയ്താൽ മതി, വിഷ്ണുവിനും കാർത്തികയ്ക്കും വിവാഹം കഴിക്കാൻ പറ്റിയ നല്ല ഏറ്റവും അടുത്തൊരു ശുഭമുഹൂർത്തം മാത്രം ഒന്ന് കുറിച്ചാൽ മതി. അപ്പോഴത്തേക്ക് അയാളെ നോക്കാൻ പോകുമ്പോഴത്തേക്ക് രാഘവട്ടൻ പറയും, അതെങ്ങനെ ശരിയാവും ബാമേ, നിന്റെ മകൻ്റെ ജീവിതം വെച്ചാവും നീ കളിക്കുന്നത്, ശരിയാവത്തില്ല ബാമേ എന്ന് രാഘവേട്ടൻ പറയുമ്പോഴത്തേക്കും സത്യഭാമ പറയുന്നുണ്ട്, അതൊക്കെ ശരിയായിക്കോളും രാഘവേട്ട, കാരണം ആരോരും ഇല്ലാത്തൊരു പെണ്ണിന് ജീവിതം കൊടുക്കുന്നതോടെ എൻ്റെ മകൻ്റെ ജീവിതത്തിന് എന്തൊക്കെ ദോഷമുണ്ടോ ആ സർവ്വദോഷവും അതോടെ തന്നെ മാറിക്കോളും എന്ന് ശാലിനിയും കൂടെ നോക്കിയിട്ട് ഒരു കുത്തി പറയുമ്പോഴത്തേക്കും എന്താണ് രാഘവൻ നായർക്കൊക്കെ ഭയങ്കര കലിപ്പം, അതുപോലെ തന്നെ വിഷ്ണുവിനും ഭയങ്കര ദേഷ്യം, കാരണം കാര്യങ്ങളൊക്കെ കൈവിട്ട് പോകാമെന്നല്ലോ. അപ്പം ശാലിനി കറക്റ്റ് സമയത്ത് കയറി അങ്ങ് അടിപൊളിയുടെ ഇടപെട്ട് പറയും, അതിന് ഇവക്ക് ആരോരും ഇല്ലെന്ന് ആര് പറഞ്ഞ്, സത്യാമ്മയോട് ഇവക്ക് ആരുമില്ല എന്ന് ആരാ പറഞ്ഞു ചോദിക്കുമ്പം സത്യാമ്മ, നീ വീണ്ടും ഈ കല്യാണം എല്ലാം ഒത്തു വന്ന് കാണുമ്പോഴത്തേക്ക് നീ അത് മുടക്കാൻ വേണ്ടി വീണ്ടും നീ ഓരോരോ അടവും കൊണ്ട് ഇറങ്ങലേ ശാലിനി. അപ്പോഴത്തേക്കും കാർത്തിക് അങ്ങ് മുട്ട് വിറച്ചേക്കോ, കാരണം ഇവക്ക് ഇനി കാര്യങ്ങളൊക്കെ മനസ്സിലായോ എന്ന രീതി നിൽക്കുമ്പോഴത്തേക്കും ശാലിനി സത്യങ്ങളൊക്കെ തുറന്നടിച്ച് പറയുവാണ്, ഇവക്ക് ആരുമില്ല എന്നാര് പറഞ്ഞു, ഇവളുടെ പേര് കാർത്തിക, ഇവക്ക് സ്വന്തമായ അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ട്, അവരെല്ലാവരും കൂടെ ഒരു ചെറുപ്പക്കാരനെ വിവാഹം കഴിക്കാൻ വേണ്ടി വിവാഹ നിശ്ചയം എല്ലാം ഉറപ്പിച്ച് കല്യാണ മണ്ഡപത്തിൽ വധുവായി ഇരുന്ന അവളാണ് ഒരു ചെറുക്കനെയും ഭരിച്ചിട്ട് ഇങ്ങോട്ടേക്ക് കയറി എഴുന്നള്ളി വന്നിരിക്കുന്നത്. സ്വന്തം അച്ഛൻ്റെയും അമ്മേൻ്റെയും കാര്യങ്ങളെല്ലാം ധിക്കരിച്ച് അവർ പറഞ്ഞ വാക്കിനെ ധിക്കരിച്ച് ഒരു നാടിനെ തന്നെ പറ്റിച്ചിട്ട് വന്നവളാണ് ഈ നിൽക്കുന്നവൾ. അവൾ എങ്ങനെയാണ് സത്യാമ്മ ആരുമില്ലാത്തവളാവുന്നത് എന്നൊരു ചോദ്യം കൂടി ചോദിക്കുമ്പോഴത്തേക്കും കാർത്തിക് നിന്നങ്ങ് വിറയ്ക്കുവാണ്. വിഷ്ണുവിനാണെങ്കിൽ മനസ്സമാധാനമായി തന്നെ പറയാം. വിഷ്ണു ചിന്തിക്കുവാണ്, എന്തായാലും ശാലിനി സമയത്ത് ഇടപെട്ടുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ട്, അല്ലെങ്കിൽ ഈ വയ്യാവേലി എത്ര നാളാ തലയെടുത്ത് ചുമക്കുന്നത്, ഇതിനെ എങ്ങനെയാ ഒന്ന് ഒഴിവാക്കി വിടുമെന്ന് ഞാൻ കാത്തിരിക്കുമെന്ന്. രക്ഷപ്പെട്ടെന്ന് വിഷ്ണു മനസ്സിൽ ചിന്തിക്കുവാണ്. അപ്പോഴത്തേക്ക് എന്താണ് ശാലിനി പറയുന്ന വാക്കൊന്നും വിശ്വസിക്കാൻ പറ്റാൻ സത്യാമ്മ നിൽക്കുമ്പോഴത്തേക്ക് സത്യാമ്മ പറയുന്നുണ്ട്, ഇടി നീ കള്ളം പറയല്ലേ സത്യാമ്മ, ഞാൻ കള്ളമല്ല പറയുന്നത്, ഈ പറയുന്ന ഇവൾ ചതിച്ചിട്ട് പോയെന്ന് പറയുന്നില്ലേ, ആ ചെറുപ്പക്കാരൻ എന്ന് പറയുന്നവർ നമ്മളെല്ലാവരും അറിയും, ജയശങ്കറിനെ ചതിച്ചിട്ടാണ് ഇവൾ പുറത്തേക്ക് ഇറങ്ങിയത്. ആ ജയശങ്കർ ഈ വീട്ടിൽ 2 തവണ വന്നിട്ടുണ്ട്. ആദ്യമായി വന്നപ്പം തന്നെ ജയശങ്കർ അവനെ ചതിച്ച പെണ്ണിനെ ഫോട്ടോ കാണിക്കുന്നത്, അന്ന് മധുശ്രീ കയറി ഇടപെട്ടത് കൊണ്ട് മാത്രമാണ് നമ്മൾ ആരും ആ പെണ്ണ് ആരാന്ന് കാണാൻ പറ്റാതെ പോയത്. അന്നേ ആ ഫോട്ടോ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് ഈ ചടങ്ങ്, ഇങ്ങനത്തെ ഒരു ചടങ്ങ് ഇവിടെ നടക്കത്ത് പോലില്ലായിരുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ രാഘവൻ ചോദിക്കും, മോളെ നീ പറയുന്നത് അതേ അച്ഛാ, ജയശങ്കർ എന്ന് പറഞ്ഞ് ഇവിടെ വന്ന അതേ ചെറുപ്പക്കാരൻ്റെ കാര്യം തന്നെയാണ് പറയുന്നത്, അവനാണ് ഈ കാർത്തിക തന്നെ, ഈ നിൽക്കുന്ന കാർത്തിക തന്നെ അയാൾ ചതിച്ചതെന്ന് പറയുമ്പോഴത്തേക്കും അങ്ങ് നിൽക്കും. ആ ഞെട്ടി നിൽക്കുന്നതിൻ്റെ ഒപ്പം തന്നെ എന്താണ് കാർത്തിക മനസ്സിൽ നിൽക്കും, ഇവളെല്ലാ കള്ളത്തരവും പൊളിച്ചിരിക്കുക, പക്ഷേ ഇല്ല, അവസാന നിമിഷം വരെ എനിക്ക് എങ്ങനെയെങ്കിലും പിടിച്ച് നിന്നേ പറ്റത്തുള്ളൂ, എനിക്ക് എങ്ങനെ അവസാന മിനിറ്റ് വരെ ഞാൻ ഇത് പോരാണം എന്ന് കാർത്തിക മനസ്സിൽ ചിന്തിക്കുമ്പോഴത്തേക്കും സത്യഭാമ തിരിഞ്ഞെന്ന് നോക്കിയോ, കാർത്തിക ഈ കേൾക്കുന്നൊക്കെ എന്താ, അയ്യോ സത്യഭാമ ഇതൊക്കെ പച്ച കള്ളോ, എനിക്ക് അങ്ങനെ ഈ പറയുന്ന അച്ഛനും അമ്മയും ആരും തന്നെ എനിക്ക് അറിയത്ത് പോലുമില്ല, അതുപോലെ ജയശങ്കർ എന്ന ഒരാളെ എനിക്ക് അറിയത്ത് പോലുമില്ല. അപ്പോഴത്തേക്കും ശാലിനി പറയുന്നുണ്ട് കേട്ടോ. ഇത് കേൾക്കുമ്പോഴത്തേക്കും വിഷ്ണുവിന് കളി, നിനക്ക് ഇപ്പോഴെങ്കിലും സത്യം പറഞ്ഞോളൂ എന്ന രീതിക്ക് അത് കാർത്തിക നോക്കി വിഷ്ണു തന്നെ പല്ല് ഞവറുന്നുണ്ട്. പക്ഷേ കാർത്തിക് അതൊന്നും മൈൻഡ് ചെയ്യാതെ തല താഴ്ത്തി അങ്ങ് പിടിച്ചങ്ങ് മാറ്റുവാണ്. അപ്പോഴത്തേക്ക് എന്താണ് ശാലിനി പറയുന്നത്, ഈ പറഞ്ഞ ജയശങ്കർ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വരും സത്യാമ്മേ, ജയശങ്കറിൻ്റെ വായും തന്നെ സർവ്വത്ര സത്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നതേ ഉള്ളൂ, അല്ലാതെ ഞാൻ ഈ കാര്യം പറഞ്ഞതെല്ലാം സത്യസന്ധമായ കാര്യങ്ങളാണ്. ഇവളെ സ്വന്തം അച്ഛനെ അമ്മേനെയും പറഞ്ഞ വാക്കുകളെ ധിക്കരിച്ചിട്ട് ഒരു നാടിനെയും ഭരിച്ച ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതം നശിപ്പിച്ച് ഇറങ്ങി വന്നിട്ടാണ് ഇവൾ ആരാരും ഇല്ല എന്ന് പറഞ്ഞിട്ടുള്ള കള്ളത്തരം പറഞ്ഞ് എല്ലാവരും സിമ്പതി പിടിച്ച് മേടിച്ച് വെച്ചിരിക്കുന്നത്. അതിൻ്റെ കള്ളത്തരങ്ങളൊക്കെ ഇവിടെ പൊട്ടണ്ടേ. അപ്പോഴത്തേക്ക് എന്താണ് ആ സത്യങ്ങളെല്ലാം സത്യാമ്മ മനസ്സിലാക്കുമ്പോഴത്തേക്കും സത്യാമ്മ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാകും, ആരാണ് ഇവിടെ നാടകം കളിക്കുന്നതെന്നും ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ശാലിനി നോക്കി ഞെവറിക്കൊണ്ട് നിൽക്കുവാണ്. ഈ പറയുന്നത് എന്താണ് ഈ കാർത്തിക്. ഈ സമയത്ത് വിഷ്ണുവിനോട് ഇത് സത്യാമ്മ വയ്ക്കുമോ, വിഷ്ണു നിൻ്റെ അഭിപ്രായം എന്തോ, വരട്ടെ അമ്മേ, ജയശങ്കർ വരട്ടെ, കാരണം കാർത്തിക് എന്താണ് ഈ സമയത്ത് സത്യം പറഞ്ഞ് പോകുമെന്ന് വിഷ്ണു ചിന്തിച്ചപ്പം അതല്ല, കാർത്തിക് വീണ്ടും പ്ലേറ്റ് മാറ്റി പിടിച്ചില്ലേ. അപ്പം ലാസ്റ്റ് വിഷ്ണു പറയുന്നുണ്ട്, ജയശങ്കർ വരട്ടെ അമ്മേ, നമുക്ക് വന്നിട്ട് തന്നെ കാണാം. അപ്പം രാഘവേട്ടൻ പറയുന്നുണ്ട്, അവൻ വരട്ടെ, ഇപ്പം വരും സത്യാമ്മേ, അയാൾ വരും എന്ന് പറയുമ്പോൾ കള്ളത്തരം പിടിക്കാൻ പോകും. ജയശങ്കരോട് വന്ന സർവ്വ കള്ളത്തരങ്ങൾ ഇതോടെ പൊളിയും. സത്യാമ്മയ്ക്കാണെങ്കിൽ വഞ്ചന എന്ന് പറയുന്ന കാര്യം ഒട്ടും ഇഷ്ടമല്ലാത്ത കാര്യം, എൻ്റെ കാര്യം ഒരു തീരുമാനമാണ് എന്ന് കാർത്തിക ചിന്തിച്ച് കാർത്തിക് എന്താണ് അങ്ങോട്ടേക്ക് റൂമിലേക്ക് മാറിപ്പോകുന്നതാണ് കാണിക്കുന്നത്. ഇവിടെ ശാലിനിയും എല്ലാവരും ജയശങ്കർ വരാൻ വേണ്ടി കാത്തിരിക്കും. അപ്പോൾ വിഷ്ണു അവിടെ സെറ്റ് ചെയ്ത് ചിന്തിക്കുന്നുണ്ട്, എന്നാൽ ഇന്നത്തോടെ ആ ജയശങ്കർ വരുന്നതോടെ തന്നെ സർവ്വത്ര കാര്യങ്ങൾ ഇതോടെ അവസാനിക്കും. ഈ നാടകത്തിന് ഇതോടെ ഒരു കർട്ടൻ ഇടാം. എൻ്റെ ശരീരത്തിനെ വലിഞ്ഞു മുറുകിയിരിക്കുന്ന ഈ പറയുന്ന ഒരു ഇത്തിൽ കണ്ണി ഇതോടെ എൻ്റെ ശരീരത്തിൽ നിങ്ങൾ പറിച്ച് കളയാലോ എന്ന് പറഞ്ഞൊരു ആശ്വാസത്തിനകത്ത് എന്താണ് വിഷ്ണു ചിന്തിക്കുന്നതും
ശാലിനി എന്തായാലും സമയത്ത് ഇടപെട്ടത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ ഈ കാർത്തിക് എന്ന ഈ ഒരു കാര്യത്തിന് എങ്ങനെ ഒഴിവാക്കാമെന്നിട്ട് എനിക്ക് മനസ്സിലാകാതെ നിൽക്കുവാന്ന്. വിഷ്ണു കാർത്തികയെ പുറത്താക്കാൻ തന്നെ ശാലിനിയുടെ കൂട്ട് നിൽക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ജയശങ്കർ എന്താണ് ഓട്ടോയ്ക്കകത്ത് വന്ന് ഇറങ്ങാൻ നിൽക്കുന്നതും ഈ കാർത്തിക മനസ്സിൽ റൂമിച്ച് നിൽക്കുമോ, എടി ഞാൻ വെറും ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് വന്ന ഒരു വ്യക്തിയാണ്, ഒന്നുമില്ലാത്തൊരു കുടുംബത്തിൽ നിന്ന്. അങ്ങനെയുള്ള എനിക്ക് അവസാന നിമിഷം വരെ ഞങ്ങൾ പൊരുതി ജയിക്കൂടി. അതുകൊണ്ട് നീ നിനക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമൊക്കെ ചെയ്. നീ എന്താണ് എല്ലാ പടക്കത്തിനും കൂടെ ഒരുമിച്ച് തിരി കൊടുത്തിട്ട് നീ നിൽക്കുന്നതിൻ്റെ സന്തോഷം കണ്ടില്ലേ ഡി ശാലിനി എന്ന രീതിക്ക് ശാലിനിയോട് അത്ര വെറുപ്പ് പുലർത്തിക്കൊണ്ട് കാർത്തിക മനസ്സിൽ ചിന്തിക്കുന്നത്. ഇവിടെ കാർത്തികയുടെ എന്താണ് പതനം കാത്തിരിക്കുന്ന വിഷ്ണുവും ശാലിനിയും എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നതൊക്കെ കാത്താണ് ഈ എപ്പിസോഡിൻ്റെ എൻഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും കാണുക, ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ പ്രസ് ചെയ്യുക, കമൻറ്റ്സും ഷെയർസ് ആരും മറക്കണ്ട. ബൈ.